Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഇത് എൻ്റെ കഥയാടാ. You floored me on that. ഈ കഥയിലെ നായകൻ ഈ ജോർസാടാ. സിനിമ എന്ന് പറയുന്ന അതിലൊരു ഭീകരമായൊരു മാജിക് ഉണ്ട്. ചൈൽഡ്ഹുഡിൽ നമ്മൾ കടന്നുപോയ, അല്ലെങ്കിൽ അത് പാരൻറ്റിങ്ങിൽ നിന്നാവാം, സുഹൃത്തുക്കളിൽ നിന്നാവാം, വോട്ടവർ, അതുവഴി കടന്നുപോയ കുറേ എക്സ്പീരിയൻസ് ആണ് ഒരു ക്യാരക്ടർ ഡെവലപ്മെൻ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ രാത്രി അച്ഛൻ ഉറങ്ങിയതിന് ശേഷം എൻ്റെ കട്ടിലിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് ഞാൻ പടം വരയ്ക്കണേ. അങ്ങനെ 2.5 മാസമൊക്കെ കഴിയും ആ പടം ഒന്ന് തീരാൻ. ഇതിലൊക്കെ പ്രാർത്ഥന ഉള്ളിലാണുള്ളത്. അത് ഉള്ളിലുള്ളൊരു വല്ലാത്തൊരു ശക്തിയാണ് അത് ഞാൻ ലാലേട്ടനെ കണ്ടു എന്നുള്ളതാണ്. നീ ഒന്നും ഇങ്ങോട്ട് വരാമെന്ന് ചോദിച്ചു. അറ്റ്ലീസ്റ്റ് എൻ്റെ കൂടെ നമുക്ക് പോട്ടയിൽ ഒരാഴ്ച എന്ന് പറഞ്ഞാൽ, അപ്പോൾ പോട്ടയിൽ നിന്ന് രാവിലെ ഉച്ചയ്ക്കും ഭക്ഷണം കിട്ടും. പ്രാർത്ഥനയായിട്ടും നമുക്കൊരു ബന്ധമില്ല. ഇങ്ങനെ ചെയ്യൂ അല്ലെ അങ്ങനെ ചെയ്യൂ എന്നും കേൾക്കുക എന്ന് പറയുന്നതാണ് ഗോട്ട് ടു ബി എ ഗുഡ് ലെസൺ. ആരാണോ എൻ്റെ മുമ്പിൽ, ഞാൻ കുറേ നേരം ഇരുന്ന് സോറി പറയും. ഐ ഹാവ് എ ഡോട്ടർ ലൈക്ക് ദാറ്റ്, പ്ലീസ് എനി വൺ എൽസ്. ഇപ്പം ലാലേട്ടൻ്റെ പെട്ടി എടുത്തുകൊണ്ട് പോകുന്ന കണ്ടിട്ടുണ്ടോ? he'll carry his luggage. കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇതുവരെ കണ്ട വീഡിയോകളിലോ അല്ലെങ്കിൽ ഞാൻ ട്രാവൽ ചെയ്ത സമയത്തൊന്നും ഓൾവേസ് he'll have his luggage. പറയണം വീണ്ടും. ഹലോ ആൻഡ് വെൽക്കം എവ്രിബഡി ടു ദ ഷോ. ഇന്ന് നമ്മുടെ ഗസ്റ്റ് നീഡ്സ് നോ ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പറയില്ലേ, അതുമാതിരിയാണ്. ഹലോ. അതൊന്നുകൂടി ഒന്ന് ഹലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ധാരാളം ആയതുകൊണ്ട് എനിക്ക് തന്നെ ഒരു നാണം വരുന്നത്. എന്നാലും ഞാൻ ഹലോ. മിസ്റ്റർ പ്രകാശ് വർമ്മ, ആഡ് ഫിൽം മേക്കർ ആൻഡ് നൗ ആക്ടർ. ഞാൻ ദുബായ് ടൂറിസത്തിൻ്റെ ആഡ് കാണുമായിരുന്നു വിത്ത് ഷാറുഖ് ഖാൻ. ഇപ്പം ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ ആപ്ലിക്കബിൾ ആണ് അല്ലേ? ഇങ്ങനെ നടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ബിരിയാണി കഴിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഹോട്ടൽ വിസിറ്റ്സ്, യു ലവ് ഫുഡ് ആൻഡ് യു ചെക്ക് ഔട്ട് ഓൾ കൈൻഡ്സ് ഓഫ് പ്ലേസസ്. അപ്പോൾ ആൾക്കാരെ പെട്ടെന്ന് തിരിച്ചറിയണോ? ആ ഒരു ടൂറിസം ആഡിൻ്റെ ആ ഒരു സിറ്റുവേഷൻ ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്. അതെ, ഓഫ് കോഴ്സ് അതിൻ്റെ ഒരു ചെറിയ ലെവൽ. പക്ഷേ ഐ തിങ്ക് ലൈഫ് അങ്ങനെയല്ലേ ധന്യ. ലൈഫ് ഇസ് ആക്ച്വലി ഒരു ജേർണിയാണ്. അതിൽ പല കാര്യങ്ങളും സംഭവിക്കും. അതിലിപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടെ സംഭവിച്ചു. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ഐ thoroughly enjoyed the process of being part of that film. പക്ഷേ ഇങ്ങനത്തെ we all knew it was really a nice film. പക്ഷേ I think it's gone to another level. I think every character has been talked about, and of course even mine. Fortunate, but yeah, I am enjoying this also now. അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൂസു ആഡ്, ഹച്ച് ആഡ്, പഗിൻ്റെ ആഡ് എന്നൊക്കെ പറഞ്ഞ് ഇത്രയും നാള് ആൾക്കാർ പെട്ടെന്ന് പ്രകാശ് വർമ്മ എന്ന് തിരിച്ചറിയുന്നത് ഈ ആഡ്സ് വെച്ചിട്ടാണ്. ആൻഡ് സഡൻലി ഒരു പുതിയ ഐഡന്റിറ്റി ഉണ്ടാവുകയാണ്, CI ജോർജ്. ഓക്കെ, ആൻഡ് അതും റെയർലി ഹാസ് ഇറ്റ് ഹാപ്പൻ ദാറ്റ് ഒരു വില്ലനെ ഇത്രയും അധികം സെലിബ്രേറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഒരു കിരിക്കാടൻ ജോസിൻ്റെ ഒരു ആ ഒരു ലെവലിലേക്ക് എത്തിയിരിക്കണു CI ജോർജ്. സോ ഹൗ ഡു യു ഫീൽ ഇൻസൈഡ് ഈ ഒരു റെസ്പോൺസ് കാണുമ്പോൾ? വാട്ട് ഈസ് ദ തോട്ട് ദാറ്റ് ഹാപ്പൻസ് ടു യു ഇൻസൈഡ്? വല്ലാത്തൊരു അനുഭവമാണ്. കാര്യം ഞാൻ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളുടെ അടുത്ത് ഇടയ്ക്ക് പറയാറുണ്ട്, ഈ കഴിഞ്ഞ 1 മാസമായിട്ട് നമ്മളൊരു ക്യാമ്പയിൻ ചെയ്യുമ്പോൾ അതിലും ധാരാളം എഫേർട്ട് ഉണ്ട്. അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ തൊട്ട് ഷൂട്ട് തൊട്ട്, ആൻഡ് സംടൈംസ് അതൊക്കെ സക്സസ്ഫുൾ ക്യാമ്പയിൻ ആകുന്ന ക്യാമ്പയിനുകളുണ്ട്. ചിലപ്പം യു മൈറ്റ് ഈവൻ വിൻ അവാർഡ്സ് ഇൻ ക്യാൻ ആൻഡ് ഓൾ ദാറ്റ്. അതിൻ്റെയൊക്കെ നമുക്ക് കിട്ടുന്ന റെസ്പോൺസും നമ്പർ ഓഫ് പീപ്പിൾ, ഇറ്റ്സ് വെരി ലിമിറ്റഡ്, റൈറ്റ്? ആൻഡ് എൻ്റെ ജീവിതത്തിൽ അതൊക്കെയാണ് എക്സ്പീരിയൻസ്. പക്ഷെ സിനിമ എന്ന് പറയുന്ന അതിലൊരു ഭീകരമായൊരു മാജിക് ഉണ്ട്. And especially when a film works out very well, and that too, as you said, ഇപ്പോൾ ഒരു നെഗറ്റീവ് ക്യാരക്ടറിനെ ആൾക്കാർ, പ്രേക്ഷകർ അത് അവരോട് ചേർത്ത് അവരിഷ്ടപ്പെട്ട രീതിയിൽ, അതായത് സ്നേഹം എന്ന് പറയുന്നത് ഞാൻ ശരിക്കും ക്രൂരനായിട്ടുള്ള, അതെ ഞാനത് അനുഭവിച്ചു. കാര്യം ഞാൻ മിക്കവാറും പറ്റാവുന്ന രീതികളിലൊക്കെ, കാര്യം ഞാൻ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എല്ലാം നമുക്ക് പറ്റുമെങ്കിൽ ഇൻഡൾജ് ചെയ്യുക, നല്ലതും ചീത്തയും ഒക്കെ. I decided to just fully and completely enjoy it. അതുകൊണ്ട് തന്നെ ഈ തിയേറ്ററിൽ സിനിമ ഉള്ള സമയത്തും അതിന് OTT ശേഷമൊക്കെ എനിക്ക് 2 മണിക്കും 2:30 മണിക്കും ലാസ്റ്റ് ഷോ ഒക്കെ കഴിഞ്ഞ് എങ്ങനെയെങ്കിലും എൻ്റെ നമ്പർ തപ്പി പിടിച്ച്
ഞാൻ പറയുന്ന എനിക്കൊരു പരിചയമില്ലാത്ത ആൾക്കാർ വിളിക്കുമ്പോഴും ഓഫ് കോഴ്സ് ഇൻഡസ്ട്രിയിലുള്ള പല വലിയ ഡയറക്ടേഴ്സ് തൊട്ട് നമുക്കറിയാവുന്ന പല ആക്ടേഴ്സും ഞാൻ റിയലി ശരിക്കും നോക്കിക്കാണുന്ന വലിയ ആക്ടേഴ്സും ഒക്കെ വിളിക്കും. പക്ഷേ അതിൻ്റെ അകത്ത് ചിലവർ വിളിക്കും ഈ 2:30 മണിക്ക് 3 മണിക്കൊക്കെ വിളിക്കുമ്പോഴും ഞാൻ ഫോൺ എടുക്കുന്നത് ഈ പറഞ്ഞൊരു കാര്യം കൊണ്ടാണ്. കാര്യം അതായത് അതിലൊരു വലിയൊരു സ്നേഹം, ശരിക്കും അത് വളരെ സ്നേഹത്തോടു കൂടിയാണ് വയസ്സായ ആൾക്കാർ തൊട്ട് കൊച്ചുകുട്ടികൾ തൊട്ട് അച്ഛനമ്മമാർ വിളിച്ച് ഫോൺ കൊച്ചുകുട്ടിയുടെ കയ്യിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ മുത്തശ്ശിയുടെ കയ്യിൽ കൊടുക്കുകയോ. ആ ക്യാരക്ടർ വളരെ റിഫ്രഷിങ് ആയതുകൊണ്ടായിരിക്കാം. കാര്യം തരുണിൻ്റെ ഒരു കാസ്റ്റിങ്ങിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഇതും കൂടെയാണല്ലോ. കാര്യം വളരെ ഒരു ഫ്രഷ് ഫേസ് വേണമെന്ന് ഐ തിങ്ക് ദേ ഓൾ ഡിസൈഡഡ്. ഇവൻച്വലി ഐ ലാൻഡഡ് ആൻഡ് ഐ തിങ്ക് ക്യാരക്ടർ എഴുതിയിരിക്കുന്ന ആർക്കിൻ്റെ ഒരു ഗുണം, പിന്നെ നമ്മൾ പറയുന്ന ഈ ചില സ്പെസിഫിക് ആയിട്ട് നമ്മൾ കേട്ട ലാലേട്ടൻ ഇതിനു മുമ്പ് പറഞ്ഞ് ഫേമസ് ആയ പല ലൈനുകളും ഞാൻ തിരിച്ചങ്ങോട്ട് മോനെ ദിനേശ എന്ന് പറയുകയോ അല്ലെങ്കിൽ ഗുണ്ടയാണോ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ കാര്യങ്ങളൊക്കെ അത് മോഹൻലാൽ എന്ന് പറയുന്നൊരു ലെജൻഡറി ആക്ടർ ഈ പറയുന്ന ജോർജിൻ്റെ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ടാണ് അതും കൂടി ഇതിൻ്റെ അകത്തൊരു വലിയ കാര്യമായിട്ടുണ്ട്. കാര്യം വെറുതെ ഏതെങ്കിലും ഒരു ആക്ടറിൻ്റെ അടുത്ത് ഇതേ കാര്യങ്ങൾ നമ്മൾ പറയുന്ന പോലെ അല്ല. ലാലേട്ടൻ്റെ അടുത്ത് പറയുമ്പോൾ ഉണ്ടാവുന്ന ആ ഓറയും കൂടെ എനിക്ക് തോന്നുന്നു ജോർജിലോട്ട് വന്നിട്ടുണ്ട്, റിഫ്ലെക്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഉണ്ടാവുമല്ലോ. പ്രകാശ് ഇപ്പോൾ പുതിയതല്ല ഇൻഡസ്ട്രിയിൽ. യു മെയ്ഡ് മോർ ദാൻ 1000 odd films, more than 22 years of experience. പക്ഷെ അങ്ങനെ എക്സ്പീരിയൻസ് ഉള്ളൊരു ഫിലിം മേക്കർ ഇത് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് കാണുമല്ലോ. കാരണം നമ്മളൊരു സിനിമ ഉണ്ടാക്കുമ്പോൾ യു ഓൾറെഡി നോ വാട്ട് ഈസ് കമ്മിങ് ഫോർ യു അല്ലേ? Did that happen? Yeah. I think not later stage. I think second day onwards. Yeah. Because of course I know the detail of this character. Our character in the arc is extremely powerful. Yeah. Very pivotal character. Of course it's a good and bad and all that. But this even ഈ നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടെങ്കിലും അതിൻ്റെ അകത്ത് പല ഷെയ്ഡുകളുണ്ട്. നമ്മൾ ഷെയ്ഡുകൾ ഞാൻ ഉദ്ദേശിച്ചത് അതിൻ്റെ അകത്ത് നല്ലവനായ ഒരു മനുഷ്യനുണ്ട്. ഞാൻ ഈ ക്യാരക്ടറിനെ പറ്റിയാണ് പറയുന്നത്, ജോർജിനെ പറ്റിയാണ് പറയുന്നത്. നല്ലവനായ ഒരു മനുഷ്യനുണ്ട്, ഭയങ്കര ഹാപ്പിയായ ഡാൻസ് എൻജോയ് ചെയ്യുന്നൊരു മനുഷ്യനുണ്ട്, വളരെ ഫ്രണ്ട്ലി ആയിട്ടൊരു മനുഷ്യനുണ്ട്, ഒരച്ഛനുണ്ട് അതിൽ. പിന്നെ എക്സ്ട്രീംലി ഈവിളായിട്ട് പോകുന്നൊരു ഫേസിന് തൊട്ട് മുമ്പ് ഡിഫിക്കൽട്ടായിട്ടൊരു സെക്ഷൻ ഉണ്ട്, അത് ട്രാൻസ്ഫോർമേഷനാണ്. ആ സമയത്തൊരു അത് ചെറിയൊരു അതിൻ്റെ അകത്തൊരു ഈ പറയുന്ന പോലെ ഒരു ചളുപ്പമുണ്ട്. കാര്യം എൻ്റെ സബോർഡിനേറ്റ്സിനെ മുമ്പിൽ വെച്ചിട്ട് എൻ്റെ കോളിൽ, കാര്യം എക്സ്ട്രീംലി ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള മനുഷ്യനാണ് ജോർജ് സാറെന്ന് മാത്രം സ്വയം പറയുന്ന ഒരാളുടെ കോളറിൽ കയറി ഒരു ടാക്സി ഡ്രൈവർ പിടിക്കുന്നതിൻ്റെ ഒരു ഈഗോ, ഒരു വിമ്മിഷ്ടം. അപ്പോൾ അവൻ്റെ ട്രൂ കളർ അവിടെ സ്കിന്നിൽ വരണ്ടേ. അപ്പോൾ അതൊരു ചെറിയ ട്രാൻസ്ഫോർമേഷനാണ്. അവിടുന്ന് പിന്നെ കുറച്ച് ടഫായി പിന്നെ ഈവിളായി വല്ലാതൊരു മെനസിങ് ക്യാരക്ടറായി മാറുന്ന എല്ലാ ഷെയ്ഡും ഉണ്ടെന്ന് ഒബ്വിയസ്ലി തരുണിൻ്റെ ഒരു ബ്രീഫിങ്ങിലും സുനിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന ഒരു കഥയിലും തരുണൊരു 3-3.5 മണിക്കൂർ ഒറ്റ ഇരിപ്പിന് പറഞ്ഞ ഒരു കഥയിൽ തന്നെ എനിക്ക് അതിൻ്റെ ഡെപ്ത് പിടികിട്ടി. ഇപ്പോൾ ഞാൻ പ്രകാശനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓഫ് ദ റെക്കോർഡ് സംസാരിക്കുമ്പോൾ ഞാൻ വാസ് ലുക്കിംഗ് എവിടെയൊക്കെയാണ് ആ മാനറിസംസ് വരുന്നത്, ജോർജ് സാറിൻ്റെ മാനറിസംസ് വരുന്നത് ഞാനൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ശരിക്കും നമ്മൾ സംസാരിക്കുമ്പോൾ ഞാനത് അത്രയും നോട്ടീസ് ചെയ്യും. യു വർ പ്രകാശ് വർമ്മ, ദർ ഇസ് നോ ജോർജ് സർ ഇൻ ഇറ്റ്. ആ ഒരു ചിരിയിൽ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആണെങ്കിലും ബട്ട് ആ മെനസിങ്നെസ് ആ ഒരു ഇതുണ്ടല്ലോ അത് ഉള്ളിൽ നിന്നാണ് വന്നത്. ആൻഡ് ദാറ്റ് മെയ്ഡ് യു എ ഡിഫറെൻറ്റ് പേഴ്സൺ ആക്ച്വലി, ആൻഡ് ദാറ്റ്സ് യുവർ ബ്രില്യൻസ്. വാട്ട് ഐ വാണ്ടഡ് ടു നോ ഇസ് ഇതിനകത്ത് പറഞ്ഞ പോലെ പല ലെയേഴ്സ് ഉണ്ടല്ലോ. ഒരു സട്ടിൽ ലെയറിൽ ഒരു പീഡോഫൈൽ എന്ന നിലയ്ക്കും നമ്മളത് കാണുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ വൈഡ് അറേ ഓഫ് തിങ്സ് ആൻഡ് ഔട്ട് ഓഫ് വിച്ച് ഏറ്റവും അധികം എനിക്ക് ഒരു രീതിയിലും റിലേറ്റബിൾ ആവാൻ പറ്റുന്നില്ല, എനിക്കിത് ഇവിടേക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് തോന്നിയത് എവിടെയാണ്? എനിക്ക് എസ്പെഷ്യലി ടോർച്ചർ സീക്വൻസിലൊക്കെ, അതായത് ഇപ്പം ശോഭന അമ്മയും മകളെയും ഒരുമിച്ച് ഒരു റൂമിൽ, അതായത് ഒരു കാല് ഞാൻ ചവിട്ടി വെച്ചിരിക്കുക, മറ്റേ കാലിൽ
സ്റ്റിക്ക് പിടിച്ചിരിക്കും. കൊച്ചു കുഞ്ഞാണ്, എൻ്റെ മകളിനെക്കാട്ടിലും ഒരു 1-2 വയസ്സിന് മേ ബി 2-3 years older than her. It was very difficult for me. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം. ഒന്നാമത് നമ്മൾ അങ്ങനത്തെ വയലൻസ് കാര്യങ്ങളൊന്നും സിനിമയിൽ ഫസ്റ്റ് ഓഫ് ഓൾ ക്യാമറയുടെ മുമ്പിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇങ്ങനത്തെ എസ്പെഷ്യലി വെദർ ഇറ്റ്സ് എ ഫൈറ്റ് സീക്വൻസ് ഓർ ഈവൻ ടോർച്ചർ, പിന്നെ എൻ്റെ മകളെ ടോർച്ചർ ചെയ്യുന്ന വളരെ ചെറിയൊരു റൂമിൽ ചെയ്യുന്നൊരു സ്പേസ് ഉണ്ട്. അവിടെ ഒട്ടും എനിക്ക് ഭയങ്കര വിമിഷ്ടമുണ്ടാക്കിയ സിറ്റുവേഷനാണ്. അപ്പം ഞാൻ ഓരോ ടേക്ക് കഴിയുമ്പോൾ ആ കുഞ്ഞിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ആരാണോ എൻ്റെ മുമ്പിൽ ഞാൻ കുറേ നേരം ഇരുന്ന് സോറി പറയും. ഐ ഹാവ് എ ഡോട്ടർ ലൈക്ക് ദാറ്റ്, പ്ലീസ്. അപ്പം കാര്യം നമ്മൾ അത്ര ഭയങ്കര ഇൻറ്റിമിഡേറ്റിംഗ്, അത്ര ക്ലോസ് റേഞ്ചിൽ നമ്മൾ ഷൗട്ട് ചെയ്യുമ്പോൾ ദെൻ യു ആർ പെർഫോമിങ് റൈറ്റ്. പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ പറയുന്ന അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെയും മുഖത്തിൻ്റെയും രൂപം എന്താണെന്ന് പോലും നമുക്ക് ആ സമയത്ത് അറിയില്ല. ആൻഡ് ഐ ക്യാൻ ഇമാജിൻ ഫോർ എ യങ് കിഡ് ദാറ്റ് റേഞ്ച് ആൻഡ് it was not easy mentally and physically, but then you are actually doing it's a profession. And then after the scene, the only thing is, the first thing I check with Tarun is okay. If he's okay, the second thing is to say, Mola, I'm really sorry, are you okay? And chela moments were also there that she was like, really, what's going on? But so sweet, all of them, and they said, no, it's okay, let's do it again. പക്ഷെ പേഴ്സണലി ചോദിച്ചുകൊണ്ട് പറയണം, അങ്ങനത്തെ ആദ്യമായിട്ടല്ലേ നമ്മളിതൊക്കെ ചെയ്യുന്നത്. And it's really, really cruel, really cruel, you know. അത് കണ്ടുകൊണ്ടിരിക്കുക തന്നെ നമുക്ക് ബുദ്ധിമുട്ടാകുമ്പോൾ ചെയ്യുന്ന ആൾക്ക് എത്ര പ്രയാസമായിരിക്കും, ആൻഡ് അത് അനുഭവിക്കുന്ന ഒരു കുട്ടിക്ക് അത് എത്ര വ്യത്യാസം. വൺ തിങ് ഐ നീഡഡ് വാസ്, ഒരു കുസൃതി ചോദ്യമാണ്, ഇത്രയും ലേയേഴ്സ് ഉള്ളൊരു ക്യാരക്ടറാണല്ലോ, CI ജോർജിൽ എന്താണ് ഇഷ്ടപ്പെട്ടത്? വാട്ട് ഡിഡ് യു ലൈക്ക് അബൌട്ട് ഹിം? എനിക്ക് CI ജോർജിൽ ഞാൻ പറഞ്ഞ ആസ് എ പേഴ്സൺ ക്യാരക്ടർ എന്ന നിലയിൽ അല്ല, ഞാൻ ആസ് എ പേഴ്സൺ നമുക്ക് സത്യത്തിൽ പേഴ്സണലി ലൈക്ക് ചെയ്യാൻ ഒന്നും തന്നെ അതിലില്ല. കാര്യം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സൊക്കെ വളരെ പെറ്റി ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, അവർ വലുതായിട്ട് കാണിക്കുമെങ്കിലും വളരെ ചെറിയ മനസ്സുള്ളവരാണ്. കാര്യം ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്നതും അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കണ്ടെത്താൻ നമ്മൾ ആഗ്രഹിക്കുന്ന സന്തോഷം, ഹാപ്പിനെസ് എന്നൊക്കെ പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും കിട്ടില്ല എന്ന് ജീവിതത്തിൽ പല പ്രാവശ്യവും നമ്മൾ ചെറിയതും വലുതുമായിട്ടുള്ള തെറ്റുകൾ ചെയ്യുമ്പോൾ മനസ്സിലാക്കി കാണും. അപ്പോൾ പേഴ്സണലി ഒന്നും തന്നെയില്ല. പക്ഷേ ആസ് എ ക്യാരക്ടർ, ആസ് എ ക്യാരക്ടർ നമ്മൾ പെർഫോം ചെയ്യാൻ ധാരാളം. ഐ ലവ് ദാറ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് ജസ്റ്റ് ബീങ് ഈഗോയിസ്റ്റിക്. എല്ലാവരും എന്നെ കേട്ട് നടന്നാൽ മതി, ഞാനാണെല്ലാം, ഞാൻ പറയും, നീ കേൾക്കും എന്നൊക്കെ പറയുന്ന ആറ്റിറ്റ്യൂഡ് പെർഫോം ചെയ്യാൻ ഭയങ്കര സുഖം. അത് എക്സൈറ്റിംഗ് ആണ്. സോ അതിൻ്റെ അകത്ത് പല ഫാക്ടറും, ആസ് ഐ സെഡ് ഏർലിയർ, he will dance, he will be very nice to you, and then he can shift. He's a performer. He's a performer actually. ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞല്ലോ, സ്പിരിച്വൽ ആണ് വ്യക്തി എന്ന്. ഐ എം ജസ്റ്റ് ക്യൂരിയസ്, ദിസ് ഇസ് ഓൾ കമ്മിങ് ഫ്രം എ പ്ലേസ് ഓഫ് ക്യൂരിയോസിറ്റി. വാട്ട് ഡിഡ് യു നോട്ടീസ്, വൈ ഡു യു കോൾ ഹിം സ്പിരിച്വൽ? എന്താണ് നോട്ടീസ് ചെയ്തത്? അതെന്താ അറിയാം, ഞാൻ അങ്ങനത്തെ എനിക്കതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് 1-2 വ്യക്തികളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും നോക്കിക്കാണുന്ന, അല്ലെങ്കിൽ എനിക്ക് സമയം സ്പെൻഡ് ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന, ഭാഗ്യവശാൽ എനിക്ക് അങ്ങനത്തെ 1-2 ആൾക്കാരെ കാണുകയും അവരെൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായി മാറുകയും ചെയ്തതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ജീവിതത്തിൽ. കാര്യം നമ്മൾ ഈ പറയുന്ന സെയിൻറ്റ് എന്നൊക്കെ പറയുന്ന ഒരു മലമുകളിലിരുന്ന് നമുക്ക് അഡ്വൈസ് ചെയ്യുന്ന ആൾക്കാർ, അവരെ സംബന്ധിച്ച് ഡേ ടു ഡേ ലൈഫ് പ്രശ്നങ്ങളില്ല, അഡ്വൈസ് മാത്രമാണ്. നമ്മളെപ്പോലെ തന്നെ നമ്മുടെ ഇടയിൽ ജീവിച്ച് നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി നമ്മളെപ്പോലത്തെ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാർ, ഹൗ ക്യാൻ ദേ ബി സോ കാം? അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു കോൺവെർസേഷൻ നടത്തുന്ന സമയത്ത് എങ്ങനെയാണ് അവർ റിയാക്ട് ചെയ്യുന്നത്. ഞാൻ വല്ലാതെ ഇമോഷണലായിട്ട് ഞാൻ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് അവരിൽ ആരെങ്കിലും ഒരാളെ ഞാൻ വിളിച്ചാൽ അവർ കേൾക്കുക മാത്രമേ ചെയ്യുള്ളൂ. അവർ ഒരിക്കൽ പോലും അഡ്വൈസ് തന്നിട്ടില്ല. ദിസ് ഇസ് കാര്യം, ദേ ആർ നോബഡി ടു. പക്ഷെ ഒരാൾ കേൾക്കുക, നമ്മളൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് പൂർണ്ണ ബോധത്തോടു കൂടി അത് കേൾക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ക്വാളിറ്റിയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച്. നമ്മളത് എത്ര എഫേർട്ട് എടുത്താലും ചിലപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യും. നമ്മൾ മുഴുവനായിട്ടത് കേൾക്കാൻ ചിലപ്പം നമ്മുടേതായിട്ടുള്ള ആ സമയത്തെ പ്രശ്നങ്ങൾ കൊണ്ട് ഡിസ്ട്രാക്റ്റഡ് ആവും.
അവരുടെ പ്രശ്നങ്ങളെല്ലാം മറന്നു വെച്ചത് കണ്ണിൽ കണ്ടറിയാം, അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത്രയും കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാവും. മേ ബി ഇൻ ലാസ്റ്റ് 20 years ഒരു പെർസെൻറ്റേജ് ഒക്കെ ചേഞ്ചസ് എനിക്കുണ്ടായി കാണും. അതിൽ കൂടുതലൊക്കെ ബുദ്ധിമുട്ടാണ് പലതും ആസ് എ നോർമൽ ഹ്യൂമൻ ബീങ്. ഞാൻ അതാണ് ഈ സ്പിരിച്വൽ എന്ന് ഞാൻ ശരിക്കും ഉദ്ദേശിച്ചത്, അല്ലാതെ ഫുൾ ടൈം പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു സ്പേസിലല്ല. ഇതിലൊക്കെ പ്രാർത്ഥന ഉള്ളിലാണുള്ളത്. അത് ഉള്ളിലുള്ളൊരു വല്ലാത്തൊരു ശക്തിയാണ്. അത് ഞാൻ ലാലേട്ടനെ കണ്ടു എന്നുള്ളതാണ് ഞാൻ എവിടെയെങ്കിലും സ്പിരിച്വൽ എന്ന് പറയാനുള്ള കാര്യം. ഒരു സിനിമ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ധാരാളം ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഫിസിക്കലായിട്ടുള്ള കുറേ സ്ട്രെയിൻ ഉണ്ട്. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ടൈം, അതിൻ്റെ സമയം, ചില സമയത്ത് അർദ്ധരാത്രി, അല്ലെങ്കിൽ പല രീതിയിലുള്ള വെതർ കണ്ടീഷൻസ്, മഴ, ഗ്രൗണ്ടിലുള്ള പ്രശ്നങ്ങൾ. അത് ചാലഞ്ച് ചെയ്തിരുന്നോ? എന്നെ സംബന്ധിച്ച് എക്സൈറ്റിംഗ് ആയിരുന്നു. എൻ്റെ കാര്യം ഞാൻ പറയാം തന്നെ, എൻ്റെ ഐ കം ടു ദാറ്റ്. എന്നെ സംബന്ധിച്ച് ഇതൊന്നും പ്രശ്നമില്ല. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൻ്റെ കാര്യം ഞാൻ പറയാം. ലെറ്റ് മീ ടെൽ യു, ഇതുവഴിയൊക്കെ കടന്നു പോകുന്ന സമയത്ത് ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഇറിറ്റേഷൻസ് വരാം. ഞാൻ കണ്ടിട്ടില്ല ലാലേട്ടൻ ഒരു സമയം. ഞാൻ പറയുന്നത് 80 ഇതിന് മുമ്പും എനിക്ക് ലാലേട്ടനുമായിട്ട് പരിചയമുണ്ടെങ്കിലും നമ്മൾ 1-2 ദിവസം സ്പെൻഡ് ചെയ്യും, ചില കഥ ഡിസ്കസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ്റെ ഷൂട്ടിനാണെങ്കിലും ഒരു ദിവസം. പക്ഷേ ഇത്രയും ദിവസം രാവിലെയും രാത്രിയും അർദ്ധരാത്രിയും 4 മണിക്കും ഷൂട്ടിംഗ് ഇല്ലാത്ത സമയത്തുമൊക്കെ വളരെ ക്ലോസ് ആയിട്ട് എനിക്ക് കാണാൻ പറ്റിയൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെയായിരുന്നു സിനിമ. ഞാൻ കണ്ടിട്ടില്ല ഒരാളെ പറ്റി പോലും നെഗറ്റീവ് ഞാൻ ആ വായിന്ന് വീണ്, ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ കൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ കേട്ടിട്ടില്ല. അത് എനിക്ക് തോന്നുന്നത് അങ്ങനത്തെ ആൾക്കാർ ഇപ്പം ഞാനിപ്പോൾ എടുത്ത എഫേർട്ട് എടുത്ത് പരിശ്രമിക്കുന്ന പോലെയല്ല. ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നൊരു വളരെ വലിയ, നമ്മുടെയൊക്കെ ക്യാരക്ടറിൻ്റെ ബേസ് നമ്മുടെ ചൈൽഡ്ഹുഡാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ്. ചൈൽഡ്ഹുഡിൽ നമ്മൾ കടന്നുപോയ, അല്ലെങ്കിൽ അത് പാരൻറ്റിങ്ങിൽ നിന്നാവാം, സുഹൃത്തുക്കളിൽ നിന്നാവാം, വോട്ടെവർ, അതുവഴി കടന്നുപോയ കുറേ എക്സ്പീരിയൻസാണ് ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഈ പറഞ്ഞ എല്ലാവർക്കും ഉണ്ട്. ഞാനീ ലാലേട്ടന് സ്പെസിഫിക്കലി, ഞാൻ ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ ഞാനിതെങ്ങും പറഞ്ഞിട്ടില്ല. ചില എത്തിക്സ് ഉണ്ടല്ലോ ജീവിതത്തിൽ, അത് നമ്മൾ എത്ര വലിയ ആളോ ചെറിയ ആളോ ലെജൻഡായ ഒരു ആക്ടറാണ്, അത് ലെജൻഡറി ആക്ടർ എന്ന് ആൾക്കാർ കൊട്ടിഘോഷിക്കുന്നത്, അതിലൊന്നുമല്ല. നമുക്ക് ചില ആൾക്കാരോട് എനിക്ക് ലാലേട്ടനെ സംബന്ധിച്ച് ഒരു വല്ലാത്തൊരു ഫാൻ എന്നിൽ, ഓഫ് കോഴ്സ് സിനിമ പെർഫോമൻസ് ചെറുപ്പം നാൾ തൊട്ടേ, അതിന് പല എക്സാമ്പിൾസ് ഉണ്ട്. പക്ഷെ ഞാൻ ചില പേഴ്സണൽ ഒബ്സർവേഷനിലാണ് എനിക്ക് ഞാനൊരു ഫാൻ ബോയ് പൂർണ്ണമായത്. അതിലൊരു എക്സാമ്പിൾ, ബാംഗ്ലൂരിൽ നിന്ന് ഞാനും എൻ്റെ വൈഫും കുട്ടികളും വി വർ ട്രാവലിംഗ് ടു US സംതിങ്. രാത്രി ഉള്ള ഫ്ലൈറ്റാണ്, 12 മണിക്കാണ്. സോ ലാലേട്ടനും ആ ഫ്ലൈറ്റിലുണ്ട്. ടേക്ക് ഓഫ് ആയി, ഐ തിങ്ക് അറൗണ്ട് 5:36 മുമ്പ് കണ്ട്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലാൻഡ് ചെയ്യും. ആൻഡ് വിൽ ഹാവ് ടു ഗെറ്റ് ഔട്ട്. ഇപ്പോൾ ഒരു 4-4:15 ആയപ്പോഴേ ഞാൻ കാണുന്നത്, ഓഫ് കോഴ്സ് ലാൻഡിങ്ങിന് മുമ്പുള്ള ലൈറ്റ് ഓൺ ആയിട്ടില്ല. ഒരു 20 minutes ബിഫോർ ദ ഹോൾ ലൈറ്റ് വിൽ ബി ഓൺ. ജസ്റ്റ് ഇസ് എ ഡിം ലൈറ്റ് ആൻഡ് ഈസ് ജസ്റ്റ് വൺ സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. ജസ്റ്റ് ഞാനിങ്ങനെ പതുക്കെ നോക്കി, ഹി ഗോട്ട് അപ്പ്. എന്നിട്ട് ഈ കിടക്കുന്ന, അതായത് അതിൽ ഉണ്ടാവുന്ന ഷീറ്റുണ്ട്, ഒരു ചെറിയ തിൻ ലെയർ ഓഫ് മാട്രസ് ഉണ്ടാവും. ഇങ്ങനെ നമ്മൾ പണ്ട് മടക്കൂലേ ഒരറ്റം ഇങ്ങനെ പിടിച്ചിട്ട്, പിച്ച് ടോക്ക് മോഹൻലാൽ ആൻഡ് ഐ കൻ സീ ഇൻസിലുവേറ്റ് പുള്ളി ഒരറ്റത്തു നിന്ന് മടക്കി അതിൻ്റെ കറക്റ്റ് കണക്ക് നോക്കി താഴോട്ട് നോക്കിയിട്ട് വീണ്ടും മടക്കി അത് പ്രോപ്പറായിട്ട് ബാക്കി നെക്സ്റ്റ് വൺ വിച്ച് ഇസ് ദ ഔട്ടർ ലെയർ അതും മടക്കി. അതെങ്ങനെയാണോ പുള്ളി വന്ന സമയത്തിരുന്നത് അതേപോലെ അത് മടക്കി വെച്ചിട്ട് went to the washroom, came back fresh. ഞാനിത് മുഴുവൻ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ കുട്ടികൾ ഇങ്ങനെയാവുമോ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ആകാൻ പറ്റുമോ? ഞാൻ കാണിച്ചാലേ അവർ കാണിക്കൂ. ഞാൻ അന്നുതൊട്ട് പല സമയത്തും അങ്ങനത്തെ കാര്യങ്ങളും, അതായത് ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ഒരു ഡൈനിങ് ടേബിളിൽ നിന്ന് ചെയർ തിരിച്ച് പുഷ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നൊരു ചെറിയ കാര്യം പറയാതെ നമ്മൾ ചെയ്താൽ ചിലപ്പോൾ ദൈവിൽ. ഞാൻ അങ്ങനത്തെ പല സമയത്തും, ഞാൻ ഒറ്റ ഇൻസിഡൻറ്റിൽ എനിക്കൊരു ചെറിയ അതിനുശേഷം മാറ്റം വന്നിട്ടുണ്ട്. ഹാവ് യു എവർ സീൻ ഹിം എനി വൺ എൽസ്? ഇപ്പം ലാലേട്ടൻ്റെ പെട്ടി എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടോ? ഹീൽ ക്യാരി ഹിസ് ലഗേജ്. കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇതുവരെ കണ്ട വീഡിയോകളിലോ അല്ലെങ്കിൽ ഞാൻ ട്രാവൽ ചെയ്ത സമയത്തൊന്നും ഓൾവേസ് ഹീൽ ഹാവ് ഹിസ് ലഗേജ്. അത് വേറൊരാൾ എടുത്തുകൊണ്ട് പോകുന്നൊരു
ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവില്ല. അന്നും ആ പ്ലെയിനിൽ ഇറങ്ങിയപ്പോൾ ഫോർ ഹിം ദർ വാസ് എ കാർ ഇൻ ദ ടാമാക് ടു ടേക്ക് ഹിം. അപ്പോൾ സ്റ്റെപ്സ് ഇറങ്ങി വേണമല്ലോ പോകാൻ ഈ പ്ലെയിനിൽ നിന്ന്. കാര്യം ഈസ് ഗെറ്റിംഗ് ഇൻ ടു ദ ടാമാക്. അവിടെ ഒരാൾ വന്ന് ഹിഡൻ. ഞാനത് കണ്ടു. പുള്ളി തന്നെ അദ്ദേഹം തന്നെ ആ പെട്ടി പിടിക്കുള്ളൂ. ഞാൻ സ്പിരിച്വൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനത്തെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ നമ്മൾ ഒരാളെ ഒബ്സർവ് ചെയ്യുമ്പോഴാണ്. ഞാൻ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് ഈ ഷൂട്ടിൻ്റെ ഇടയിൽ, ചേട്ടൻ ഇറിറ്റേഷൻസ് വരാറില്ലേ? കാര്യം ചില സമയത്തൊക്കെ 3 മണിയൊക്കെ ആയി ഇരിക്കുന്ന സമയത്ത് സാധാരണ ഉണ്ടാവുമല്ലോ, മനുഷ്യനല്ലേ, വരും, അത് വരും, അപ്പം തന്നെ ഞാൻ ഷിഫ്റ്റ് ചെയ്യും ഒന്നും. അപ്പം ഞാൻ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ സ്പിരിച്വലിന് ഉദ്ദേശിച്ചത് സ്പിരിച്വൽ ആയി നമുക്ക് ജീവിക്കാൻ എല്ലാ സാഹചര്യങ്ങളിലും പറ്റുമോ? ഇപ്പം ഇപ്പം നാളെ ഒരു സിറ്റുവേഷനിൽ ഇമോഷണലായിട്ടുള്ള ലാലേട്ടനടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഐ നോ ഹൗ, ഞാൻ ഈ പറഞ്ഞ 1-2 ക്യാരക്ടേഴ്സില്ലേ, അത് ഫുൾ കേൾക്കും. അല്ലാതെ അതിനൊരു നമ്മളെന്ത് പറയാനാ, പറയുക എന്നുള്ളതല്ല അവിടുത്തെ. നമ്മളാരും അല്ല ഒരാളെ ഒന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യൂ അല്ലെ അങ്ങനെ ചെയ്യൂ എന്നും കേൾക്കുക എന്ന് പറയുന്നതാണ് ഗോട്ട് ടു ബി എ ഗുഡ് ലെസണർ. ഇതൊക്കെ ഞാൻ ഇവരിൽ നിന്ന് പഠിച്ച് ഞാൻ ശ്രമിക്കാറുണ്ട്. ഐ ഹാവ് നോ ഐഡിയ നമ്മളെ കൊണ്ടൊക്കെ എത്ര അത് സാധിക്കുമെന്നുള്ളത്. ഈ കോണ്ടെക്സ്റ്റിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഞാൻ ഈ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ പ്രകാശും കംപ്ലീറ്റ്ലി സ്പിരിച്വൽ തന്നെയാണ്. കാരണം ഞാനിപ്പോൾ പ്രകാശിനോട് സംസാരിച്ച് തുടങ്ങിയിട്ട് ഏകദേശം 1-1.5 മാസമായി തുടങ്ങി. ആൻഡ് എവറി ടൈം ഞാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഡിലേ വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരിക, ഇത്രയും പ്രോംപ്റ്റായിട്ട് വേറൊരു വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്ത് അവരുടെ സമയം റെസ്പെക്റ്റ് ചെയ്ത് ഇത്രയും ബിസി ആയിട്ടുള്ള മനുഷ്യൻ കഴിഞ്ഞ 1 മാസമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരിടത്ത് ഒരു 4-5 ദിവസത്തിനപ്പുറം നിന്നിട്ടുണ്ട്. അത്രത്തോളം യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി ഇത്രയും പ്രോംപ്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുകയും ടൈം തരുകയും എക്സ്പ്ലെയിൻ ചെയ്യുകയും, ഞാൻ ഇതുപോലെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടില്ല പ്രകാശ്. സോ ഐ ഡോണ്ട് സീ ദാറ്റ് ഗ്യാപ്പ്. ഈ ഒരു കോണ്ടെക്സ്റ്റ് നോക്കി എനിക്ക് ആ ഒരു ഗ്യാപ്പ് ഞാൻ കാണുന്നില്ല. ബിക്കോസ് യു ഓൾസോ വാല്യൂ പീപ്പിൾ. സോ No, I think that's very important, especially in our profession, because we know നമ്മളെല്ലാവരും ഒരു പ്രേക്ഷകൻ ഒരു വർക്ക് കാണുന്ന സമയത്ത്, മേ ബി an interview or a film, they're just seeing what is there, right? And they have no idea now how many people, ഇവിടെ ഇരിക്കുന്ന എത്ര പേര് ഇതിൻ്റെ പുറകിൽ ഇതിനെപ്പറ്റി ചെറിയൊരു ഇതിലും ഒരു ഫിലോസഫി വേണ്ടേ, ഇതെങ്ങനെ ലൈറ്റ് ചെയ്യാം, ഇവിടുത്തെ കളർ പാലറ്റ് എന്തായിരിക്കണം, ഞാൻ എന്ത് തരം ക്യാരക്ടറാണ്, ഇതിൻ്റെ പുറകിൽ വർക്ക് കുറേ പേര് ഇവിടെ ഇരിക്കുന്ന പലവരും ചെയ്തിട്ടുണ്ട്. അതെല്ലാവരും അറിയേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ അത് നമുക്കറിയാവുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഐ തിങ്ക് ഞാൻ അതുവഴി കടന്നു പോകുന്നതുകൊണ്ടും പിന്നെ ഐ ആം സോ ഹാപ്പി ടു ഹിയർ നല്ല വാക്കുകൾ എപ്പോഴും നമ്മളെ, എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്നെപ്പറ്റി നല്ല കാര്യങ്ങൾ. ഞാൻ സുനിലിൻ്റെ അടുത്തൊക്കെ ഇടയ്ക്ക് പറയും, ഇനി ഞാനിങ്ങനെ സുനിൽ കുട്ടിക്കാലം തൊട്ടേ ക്രേവ് ഫോർ അപ്രിസിയേഷൻ. ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ ചാടി വീണ് അതുമായിട്ട് 2 ദിവസം ഞാൻ നടന്നു പോകുന്നതാണ്. പക്ഷേ എനിക്ക് വന്ന ഈ പറയുന്ന ആൾക്കാരിൽ നിന്നൊക്കെ എന്തെങ്കിലും എനിക്ക് തോന്നുന്ന റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ ആം വെരി ഹാപ്പി ടു നോ ദാറ്റ്. പ്രവീൺ വർമ്മ, യുവർ ബ്രദർ, ഹാസ് സെഡ് എ ലോങ് ടൈം അഗോ, അദ്ദേഹം ഒരു പക്ഷേ വീട്ടിലെല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്തിരുന്ന സമയത്തും അദ്ദേഹം പറഞ്ഞത്, പ്രകാശിനോട് പറഞ്ഞത്, ചേട്ടൻ പറഞ്ഞത്, യുവർ ടൈം വിൽ കം എന്നാണ്. ഡു യു ബിലീവ് ദാറ്റ് യുവർ ടൈം ഹാസ് കം, ഹാസ് ഓൾറെഡി കം, യുവർ ഹിയർ ടു സ്റ്റേ? എന്താണ് ആ ഒരു വാക്കിൻ്റെ അർത്ഥം ഫോർ യു? സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ, ഇത് എന്ത് സാധനമാണ്, ഇന്നും എനിക്കത് യൂസ് ആയിട്ടില്ല. ഒരു കെമിസ്ട്രി ലാബിൽ ഇരുന്നിട്ട് അവിടെ നടക്കുന്ന പ്രാക്ടിക്കൽ എക്സാം നടക്കുമ്പോൾ ഈ സാധനം എടുത്ത് അങ്ങോട്ട് ഒഴിച്ച് അതിൻ്റെ അകത്തുനിന്ന് പുക വന്ന് മൈറ്റ് ബി യൂസ്ഫുൾ ഫോർ സം പീപ്പിൾ ബട്ട് നോട്ട് ഫോർ മീ. മതിൽ ചാടി ഞാൻ ബസ് എടുത്ത് എറണാകുളത്ത് വന്ന് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആക്ടേഴ്സുമായിട്ട് ഡീൽ ചെയ്യാം, മ്യൂസിഷ്യൻസുമായിട്ട് ഡീൽ ചെയ്യാം, പ്രൊഡക്ഷൻ ഡിസൈനേഴ്സ്, ദേ ആർ ഓൾ ടാലൻറ്റഡ്. കോസ്റ്റ്യൂം എല്ലാത്തിനും യു ഗോട്ട് ടു ഹാവ് എ കൈൻഡ് ഓഫ് എസ്തെറ്റിക്സ് ടു ഫിഗർ ഔട്ട് തിങ്സ്. കൂട്ടായ്മയാണ് അത്. ഒരു ഇൻഡസ്ട്രിയിലും അങ്ങനെയില്ല. ഹി ഈസ് വൺ പേഴ്സൺ ഹു ബിലീവ്ഡ് ഇൻ മീ സിൻസ് ദെൻ ഈവൻ നൗ ആൻഡ് ഹി ഈസ് ലുക്കിംഗ് ഫോർവേഡ്. ഇതൊക്കെ പോരെ ജീവിതത്തിൽ ധാരാളം. അതെല്ലാം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സമയത്ത് ഞാൻ തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് ഒരു വല്ലാത്തൊരു ഇമോഷണൽ മൊമെൻ്റ് ഉണ്ടായി. അത് ഭീകരമായിരുന്നു.